ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 2000 പോയിന്റ് ഉയർന്നു. NSE നിഫ്റ്റി 572.80 പോയിന്റും ഉയർന്നു. ഭാരതം പാക് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഉയർച്ച രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ദലാൽ സ്ട്രീറ്റിൽ വലിയ ആഘോഷമാണ്. നമ്മുടെ ഓഹരി വിപണി വലിയ ഉയരങ്ങളിലേക്ക് കടക്കുന്നു. ഈ മണിക്കൂറുകളിൽ എന്താണ് ഓഹരി വിപണിയിൽ നിന്നും നൽകാനുള്ള വിവരങ്ങൾ? നീലിമ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് ഇപ്പോഴത്തെ ഉയർന്ന പോയിൻറ്റിൻ്റെ കണക്കുകൾ 2217 പോയിൻറ്റ്, അതായത് 2.79% ഉയർച്ചയുണ്ടായിരിക്കുന്നു. 81,677.83 പോയിൻ്റാണ് ടോട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ശരാശരി 2200 മുകളിൽ പോയിൻ്റ് ഉയർന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും കൃത്യമായി 2.87%, വരെ വളർച്ചയുണ്ടായിട്ടുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനുമായുള്ള ഭാരതത്തിൻ്റെ ആ വിഷയം അവസാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വലിയൊരു കുതിച്ചുചാട്ടം ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫിനാൻസ് സെക്ടറിലും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന, അതായത് പോർട്ടുകളുടെ എല്ലാം ഓഹരികളിലാണ് കൃത്യമായ വളർച്ച ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത് ഈ പോർട്ടുകളെയെല്ലാം തന്നെ, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഓഹരി വിപണി പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അത് പരിഹരിക്കപ്പെട്ടതോടെ വൻതോതിലൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് 10:35 ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2203 പോയിൻ്റാണ് കൃത്യമായി ഉയർന്നിരിക്കുന്നത്. ഈ നിമിഷത്തിൽ ഇത് ചെറിയ നേരിയ വ്യത്യാസങ്ങളാണ് വരുന്നതെങ്കിലും 2.8% ഒരു ഉയർച്ച കൃത്യമായും ഇതുവരെ കാണിക്കുന്നു, 10 വരെ കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലും സമാന രീതിയിൽ 2.85, അതായത് സമാന രീതിയിലുള്ളൊരു വളർച്ച നിഫ്റ്റിയുടെ ഭാഗത്തായാലും അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ ഭാഗത്തായാലും കൃത്യമായി ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്കിപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, അതായത് ഐസൺ, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇന്ന് ആദ്യമായാണ് ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ കൃത്യമായി ഭദ്രമാണ് എന്ന സൂചന നൽകുകയാണ് ലോകത്തിന് ഈ ഓഹരി വിപണിയിലെ ഉണർവ്. അങ്ങനെ കാണേണ്ട കാര്യങ്ങളെ? തീർച്ചയായും ഈ തൊട്ടടുത്ത ദിവസം തന്നെ വെടിനിർത്തൽ നടപ്പായതിന് തൊട്ടടുത്ത ദിവസം തന്നെ കൃത്യമായൊരു മുന്നേറ്റം നടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന, ഈ വെടിനിർത്തൽ ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ആ സംഘർഷം നിലനിന്ന സാഹചര്യത്തിൽ ഈ ബിസിനസ്സിനെ അത് ബാധിക്കുന്നു, ആക്ടിവിറ്റികളെ ബാധിക്കുന്നു എന്നൊരു സാഹചര്യം മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ അത് സ്വാധീനിക്കപ്പെട്ടത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ആക്ടിവിറ്റീസ് അല്ലാതെ ആ പശ്ചാത്തല സൗകര്യങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതാകുന്ന രീതിയിലേക്ക് പോവുകയും അത് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഫിനാൻസ് ഓഹരികളിലും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ രംഗത്തെ ഓഹരികളുടെ രംഗത്തും വലിയ ആഘാതമുണ്ടാകും. പ്രത്യേകിച്ച് തുറമുഖങ്ങളുടെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ആഘാതം വരാനുള്ള സാധ്യത ഈ സെൻസെക്സിൽ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ പ്രവർത്തനക്ഷമമായി വീണ്ടും അത് മാറാൻ നിമിഷങ്ങൾ മാത്രം മതി എന്ന കൃത്യമായൊരു ബോധ്യം ഓഹരി വിപണിയിലും നിക്ഷേപകർക്കും ഉണ്ടായത് കൂടിയാണ് ഈ വളർച്ചയുടെ കാരണം. തീർച്ചയായും അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ കൃത്യമായി നിലനിർത്തുന്നതിനെ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ സൈനിക സുരക്ഷയും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും കൃത്യമായി സാധിച്ചു എന്നതിന് തെളിവ് കൂടിയാണ് കൃത്യമായൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, പാകിസ്ഥാനിലെ ഓഹരി വിപണികൾ വലിയ രീതിയിൽ കൂപ്പുകുത്തലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഭദ്രമാണ്, പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് സ്വതവേ ദുർബലമായ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടി അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. തീർച്ചയായും നീലിമ, നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ ഈ മുന്നേറ്റം എന്തുകൊണ്ടാണ് ഭാരതം സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ ഈ ഓഹരി വിപണി രംഗത്ത് മുന്നേറ്റം കുറിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്, അതിന് നേരെ വിപരീതമാണ് പാകിസ്ഥാനിലെ സാഹചര്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണം ആരംഭിച്ച നിമിഷം തന്നെ വിപണി പൂർത്തിയാകുന്നതിന് മുമ്പ് വിപണി അടയ്ക്കേണ്ട സാഹചര്യം പോലും പാകിസ്ഥാനിലുണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ്. അത്തരത്തിൽ ഭാരതത്തിൽ എന്താണോ വിപണിയെ ശക്തിപ്പെടുത്തുന്നത്, ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തെ കൃത്യമായ ഇടപെടലും സാമ്പത്തിക രംഗത്തെ കൃത്യമായ നടപടികളും സാമ്പത്തിക രംഗത്തെ ആ ഒരു ബാലൻസ്ഡായ കൃത്യതയാർന്ന ഉറച്ച സാമ്പത്തിക അടിത്തറയും എല്ലാം തന്നെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളൊന്നും തന്നെ പാകിസ്ഥാനിലില്ല എന്നതാണ് അവിടെ ഷെയർ മാർക്കറ്റിൽ വലിയ ആഘാതമുണ്ടാകാനൊരു കാരണമായത്. ഓഹരി വിപണിയിൽ വലിയ ഉണർവ് പ്രകടമായ ഒരു ദിവസമാണ്, മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ഐസൺ നൽകിയത്.